ഇന്നിപ്പോൾ രാവിലെ നമ്മൾ കാര്യമായിട്ട് അങ്ങനെ ഒന്നും കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഉണ്ണിയപ്പം പിന്നെ കുറച്ച് പഴംപൊരിയും കൂടെ ഉണ്ടാക്കി വെച്ചു. ഇന്ന് വൈകുന്നേരം നമുക്ക് കുറച്ച് അമ്പലത്തിൽ കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാവിൽ. അപ്പോൾ അതായിട്ട് നമ്മൾ കുറച്ച് ദിവസം നോമ്പൊക്കെ ആയിരുന്നു. അപ്പുറത്തെ വീട്ടിൽ നമ്മുടെ കല്യാണമാണ്, നാളെയാണ് കല്യാണം. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് പരിപാടികളിലൊക്കെയാണ് അവിടെ. അപ്പോൾ നമ്മൾ ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് അടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. കുറച്ച് നേരം ഇനിയിപ്പോൾ അതൊക്കെ പൊളിച്ചിട്ട് ഒരു ഉച്ചവരെ പൊളിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാവിലെ അമ്പലത്തിൽ കുറച്ച് പൂജകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പോവേണ്ടതുണ്ട്. തറവാട്ടിലാണ് നമ്മൾ പൂജയൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഉച്ചയാകുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് പൊളിച്ച് വെക്കുകയാണ്. 2 ദിവസം കൊണ്ട് ഇതൊക്കെ തീർക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മളിങ്ങനെ ഇന്ന് നേരാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മമ്മ ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഉറക്കം തൂങ്ങുകയാണ്. പണികൾ എടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, ഒരു ഭാഗത്ത് ഇരിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്ക് നമ്മൾ അടയ്ക്കൊക്കെ പൊളിച്ച് കുറച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് അടയ്ക്ക ഉണക്കാനിട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞത് ഒരു ഉച്ചയായപ്പോഴത്തേക്ക് നമ്മളിതൊരു ഡ്രസ്സൊക്കെ മാറി നമ്മളിത് അമ്പലത്തേക്ക് പോകാനൊക്കെ റെഡിയായി. നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് അമ്പലം, തറവാട്ടമ്പലം. അമ്പലത്തിൽ കുറച്ച് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരുടെ തേങ്ങ പൊളിക്കുന്നുണ്ട്, കരിക്കൊക്കെ വെട്ടുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ നേരാക്കുന്നുണ്ട്. അവിടെ നിവേദ്യവും കാര്യങ്ങളും ഒക്കെ തിരുമേനിമാരും ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് തറവാട്ടിൽ. അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പകുതിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ കാവിൽ നമ്മൾ വന്നു അപ്പോഴത്തേക്ക് അവിടെ പൂജയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വെച്ചാൽ നമ്മുടെ ഈ കാവിൽ ഭയങ്കര ഒരുപാട് വള്ളികളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെളറുംപഴം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇനി പഴുത്ത് കിട്ടുമ്പോൾ നമ്മളെല്ലാവരും പറിക്കാറൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളിങ്ങനെ കാവിൽ ഇങ്ങനെ വെയിലേക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം അകത്തേക്കൊന്നും നമുക്ക് അങ്ങനെ കയറാൻ പറ്റില്ല. അപ്പം നമ്മളിങ്ങനെ പുറത്തൊക്കെ നിൽക്കും. അങ്ങനെയൊക്കെ ഇതാണ്. പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എന്നിട്ട് എല്ലാവരും പോയി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് തറവാട്ടിൽ ചെയ്യാനുണ്ട്. ഇവിടെ ഈ സമയത്താണെങ്കിൽ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞത് എല്ലാവരും കൂടെ അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാവരും താഴത്തേക്ക് അമ്പലത്തേക്ക് പോയി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരത്തേക്ക് കുറച്ച് ചുറ്റുവിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കത്തിച്ചു എല്ലാവരും. ഒരു സമയമൊക്കെ അപ്പോഴത്തേക്ക് 5 മണി 5:30 ആവാറായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് രാത്രി നമുക്കൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സർപ്പങ്ങൾക്കുള്ള നിവേദ്യമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ആർക്കും കയറാൻ പാടില്ല. ഇനി പിറ്റേ ദിവസം മാത്രമേ നമുക്ക് ഇനി ഇങ്ങോട്ട് കയറാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ചുറ്റും മറച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കല്യാണത്തിനൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് വന്ന് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് പുതിയൊരു റേഡിയോ ആണ് ഇതൊക്കെ